തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ രാഷ്ട്രീയ നിലപാട് എടുത്തു പറഞ്ഞ് DMK മുസ്ലിം സമൂഹത്തോടൊപ്പം എക്കാലവും നിലകൊള്ളുമെന്നും ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന SDPI നേതാവ് നെല്ലായ് മുബാറക്കിന്റെ ആവശ്യത്തോട് സിലബസിൽ തമിഴ്നാട് അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. പെരിയാർ, CN അണ്ണാദുരൈ, കരുണാനിധി എന്നീ തമിഴ് പരിഷ്കരണവാദികൾ മതപ്രവാചകന്റെ വാക്കുകളെ പരിഷ്കരണ പ്രത്യയശാസ്ത്രങ്ങളുമായി യോജിപ്പിച്ചവരാണ്. നബിയുടെ വാക്കുകൾ കുട്ടികൾ പഠിക്കുന്നുമുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. மனிதகுலத்தின் மேன்மைக்கான அற்புண்புகளை வலியுறுத்திய நபிகள் நாயகத்தின் 1500வது பிறந்த நாள் விழாவில் பங்கெடுத்து BJPയുടെ വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാനിടയാക്കിയത് DMKയുടെ നിയമ പോരാട്ടമാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. നബിയുടെ 1500ാമത് ജന്മവാർഷിക ചടങ്ങിലായിരുന്നു സ്റ്റാലിന്റെ പ്രസംഗം. പൗരത്വ ഭേദഗതി, മുത്തലാഖ് വിഷയങ്ങളിൽ AIDMK ന്യൂനപക്ഷത്തോട് കാണിച്ചത് കൊടിയ വഞ്ചനയെന്ന് പറഞ്ഞ സ്റ്റാലിൻ, ആരുടെ ഭരണകാലത്താണ് CAEക്കെതിരെ പ്രതിഷേധിച്ചതിന് മുസ്ലിങ്ങളെ ലാത്തിചാർജ് ചെയ്തതെന്നും നന്നായി അറിയാമല്ലോ എന്ന് സദസ്സിനോട് ചോദിച്ചു. 1969 കരുണാനിധി പ്രഖ്യാപിച്ച നബിദിനാവധി 2001 AIDMK സർക്കാർ റദ്ദാക്കിയതും 2006 DMK ഇത് പുനഃസ്ഥാപിച്ച കാര്യവും സ്റ്റാലിൻ ചടങ്ങിൽ എടുത്തു പറഞ്ഞു. ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പിന്നാക്ക വിഭാഗത്തിൽ 3.5% ആഭ്യന്തര സംവരണം, ന്യൂനപക്ഷ ക്ഷേമ ബോർഡ്, ഉറുദു അക്കാദമി രൂപീകരണം, ചെന്നൈ വിമാനത്താവളത്തിന് സമീപം പുതിയ ഹജ്ജ് ഹൌസ് എന്നീ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സ്റ്റാലിൻ വിശദീകരിച്ചു. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സ്റ്റാലിൻ BJPയുടെ ഏകാധിപത്യ വർഗീയ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കരുതെന്നും അഭ്യർത്ഥിച്ചു. മതപണ്ഡിതരടക്കം 100 കണക്കിന് പേർ ചടങ്ങിനെത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.